ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. സ്ഥലനാമങ്ങളും ഇതുപോലെയാണ്. ഓരോ നാടിനെയും വിശദമായും വിശാലമായും അറിയുമ്പോഴാണ് ആ നാടിന്റെ സംസ്കാരവും മഹത്വവും നമുക്ക് തിരിച്ചറിയാനാവുക. ഇവിടെ പേരുകൊണ്ട് തന്നെ പ്രസക്തമായ ഒരു സ്ഥലത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതെ, ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം, ഭൂതത്താൻകെട്ട്. ഭൂതത്താൻകെട്ട് അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് മുഖ്യ ആകർഷണം. 1957 ഈ അണക്കെട്ട് നിർമ്മിച്ചത്. ഡാം സംരക്ഷിക്കുന്നതിനായി ഡാമിന് തൊട്ടു മുന്നിലായി പുതിയ പാലവും നിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. നയനമനോഹരമായ അണക്കെട്ടും പരിസര പ്രദേശങ്ങളും അനേകം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പെരിയാറിന് കുറുകെയുള്ള ബോട്ട് യാത്രയും മനോഹരമായ പാർക്കും ഭൂതത്താൻകെട്ടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ഭൂതത്താൻകെട്ട് ഡാമിന് മറുവശം നിബിഡമായ വനമാണ്. കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളും ഇവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ വനത്തിലൂടെ പെരിയാറിന്റെ തീരം പറ്റി ഡാമിന് താഴേക്ക് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പഴയ ഭൂതത്താൻകെട്ടിലെത്താം. ഇവിടെയാണ് ഐതിഹ്യം ഉറങ്ങിക്കിടക്കുന്നത്. കാനനയാത്ര ആഗ്രഹിക്കുന്നവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു നവ്യ അനുഭൂതിയായിരിക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക പാസുമെടുത്ത് ഗൈഡിന്റെ സഹായത്തോടെ വേണം അങ്ങോട്ടു പോകാൻ. പോകുന്ന വഴിയിൽ ധാരാളം വ്യത്യസ്തങ്ങളായ ചെടികളും കൂറ്റൻ മരങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരു ഗുഹയും ഈ വഴിയിലുണ്ട്. കൗതുകമുണർത്തുന്ന ഈ പേരിനു പിന്നിലെ ഐതിഹ്യം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഭൂതത്താൻകെട്ടിൽ നിന്ന് കഷ്ടിച്ച് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഭൂതങ്ങൾ കല്ല് നിരത്തി അണക്കെട്ട് പണിയാൻ ആരംഭിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് പോവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് ഓടിമറയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അവിടെ ഭൂതങ്ങൾ ഉരുട്ടിയതായി കാണപ്പെടുന്ന പാറക്കല്ലുകളും കാണാൻ കഴിയും. ഭൂതങ്ങൾക്ക് തടയണ കെട്ടാൻ കഴിയാതെ വന്ന ഇടുങ്ങിയ സ്ഥലത്തിലൂടെ പെരിയാർ ഒഴുകുന്നു. ഐതിഹ്യമനുസരിച്ച് ഭൂതത്താന്മാർ കല്ല് ചുമന്നുകൊണ്ട് നിൽക്കുന്ന പ്രതിമകളും പാലത്തിലും ഉദ്യാനത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. നിരവധി അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് സുരക്ഷ വളരെ പ്രധാനമാണ്. അങ്ങനെ ഐതിഹ്യങ്ങളിലൂടെ പേരുകേട്ട ഭൂതത്താൻകെട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്.